ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ് കേട്ടോ, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, പിന്നെ നമുക്കെല്ലാവർക്കും എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലേ, ആരോഗ്യം രോഗം കൊണ്ടും എന്താ പറയുക, ശാരീരികമായുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല അല്ലേ, സമാധാനം നഷ്ടപ്പെട്ടു പോലെ. അപ്പം നമുക്ക് ആരോഗ്യത്തിലും ആഫിയത്തിലും ദീർഘായുസ്സിലെല്ലാം ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് രോഗത്തിൽ പെടാതെ, രോഗം കൊണ്ട് പ്രയാസപ്പെടാതെ, രോഗം കൊണ്ട് വിഷമിക്കാതെ, രോഗിയായ അവസ്ഥ ആവാതെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ. അപ്പോൾ നമ്മളില്ലേ, എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ ഒരു പ്രാർത്ഥന 3 തവണയോ 1 തവണയോ 11 തവണയോ എത്ര നമുക്ക് കഴിയുന്ന വെച്ചാൽ ആ ഒരു തവണ ഞാൻ ഒരു പ്രാർത്ഥനയിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കേണ്ട. നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഉഷാറും ഉന്മേഷവും ഉത്സാഹം ഉണ്ടാവും, കൂവത്തുണ്ടാവും ശരീരത്തിന്. പിന്നെ എന്താ, നമ്മുടെ ശരീരത്തിന് രോഗം കൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണം വരില്ല. പിന്നെ അതേപോലെ എന്താ, പല രീതിയിലുള്ള രോഗങ്ങളുണ്ടല്ലേ, അള്ളാഹു കാക്കട്ടെ. ക്യാൻസർ പോലത്തെ വലിയ വലിയ രോഗങ്ങൾ, മാറാ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അള്ളാഹു എല്ലാവർക്കും അത്തരം ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. പിന്നെന്താ, രോഗം കൊണ്ട് ആരെയും അള്ളാഹു പരീക്ഷിക്കാണ്ടിരിക്കട്ടെ. സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി അള്ളാഹു എല്ലാവരും കാക്കട്ടെ. ഈ ഒരു പ്രാർത്ഥനയില്ലേ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ, എല്ലാ നിസ്കാരത്തിനും പതിവാക്കാൻ കഴിയാത്തവർ സുബഹിക്ക് ശേഷം മഗ്‌രിബിന് ശേഷം 2 തവണ ആയിട്ട് ഇങ്ങനെ ഓതുക കേട്ടോ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ വഅഊദു ബിക മിൻ അദാബിൽ ഖബറി, ലാ ഇലാഹ ഇല്ലാ അൻത. ഇത്രയും ഫുള്ള് പറയാൻ പറ്റൂലെങ്കിലും പിന്നെ എന്താ, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത. അത്രയെങ്കിലും പറയാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകട്ടെ. മാനസികമായി സാമ്പത്തികമായി പലരും പല രീതിയിലും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടല്ലേ, എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ ശരീരത്തിനില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കാട്ടി പിന്നെ ഒരു ഉണർവ് നമുക്കുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്നത് കാട്ടി നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ഓരോ ദിവസമുള്ള നമ്മളെ അവസ്ഥ നമുക്കറിയാലോ. ഈ ദിക്ർ പതിവാക്കിയാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉത്സാഹം ഉണ്ടാവും, ഉന്മേഷം ഉണ്ടാവും, ഉഷാറുണ്ടാവും. മരിക്കുന്ന കാലം വരെയല്ലേ നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മക്കൾക്കായാലും ഭർത്താവിനായാലും വീട്ടിലായാലും പുറത്തുള്ള ആൾക്കായാലും നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യാൻ കഴിയുന്ന സഹായം സാമ്പത്തികമായി ആണെങ്കിലും ശരീരം കൊണ്ട് ചെയ്യുന്ന, പൈസ ഇല്ലാത്ത പല ആളുകൾ ശരീരം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കില്ലേ. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നവർക്ക് സഹായിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം ഈ ഒരു പ്രാർത്ഥന പതിവാക്കുക കേട്ടോ. എൻ്റെ ജീവിതം എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് ചെറുതായ സമയത്ത് എനിക്ക് കാലിൻ്റെ മുട്ടിലൊരു വേദനയായിരുന്നു. അപ്പം എന്താ പറയുക, ഈ ഒരു പ്രാർത്ഥന പതിവാക്കുന്നുണ്ടായിരിക്കും എനിക്ക് നല്ലൊരു ശരീരത്തിൽ നല്ലൊരു ഉഷാറുണ്ട്, ഉന്മേഷമുണ്ട്. അതേപോലെ നിസ്കരിക്കാനായാലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കുന്ന സമയത്തൊക്കെ എല്ലാം കാലിൻ്റെ മുട്ടിനൊക്കെ വേദന വന്നാൽ ഒരുപാട് നമസ്കാരം പോലെ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു കാക്കട്ടെ. പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.